പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സുഖാണോ? സുഖമാണ്. ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓക്കെ. നമ്മൾ ആത്മാവിലുള്ളൊരു ജീവിതം നയിക്കുന്നതിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ആ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ കുറച്ചും കൂടെ അതൊന്ന് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം വലിയ സ്നേഹത്തോടെ ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരുണയിൽ ദൈവം തിരഞ്ഞെടുത്ത് ഇന്നിവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതിനാണ്. അങ്ങനെയാണോ? അത് വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ്. അപ്പോൾ നമ്മൾ ഈ ദൈവത്തെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ സ്തുതിക്കും. അതാണ് ഈ പ്രൈസ് ദി ലോർഡൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ദൈവത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്തുതിക്കണം. അപ്പം നമ്മളോട് പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്ന പോലെ ദൈവത്തിൽ എപ്പോഴും സന്തോഷിക്കുകയും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കുകയും ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നത്. അപ്പം അങ്ങനെ നിങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഈ സെമിനാറിൽ ഇന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ജിജോച്ചനാണ്. ജിജോച്ചനെ പ്രത്യേകമായിട്ട് നിങ്ങളുടെ എവരുടെയും പേരിൽ ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാം പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് നമ്മൾ ഈ വർഷം നമുക്ക് വേണ്ടി 1500 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ ഒരു വിശ്വാസത്തിന് വേണ്ടി ജീവിത ത്യാഗം ചെയ്ത സെൻറ്റ് അരിത്താസും അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻസിൻ്റെ അവരൊരു ജൂബിലി നമ്മൾ ഈ വർഷം ആഘോഷിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെയൊക്കെ പാതയിലൂടെ പിന്തുടർന്നുകൊണ്ട് അവർ നമുക്ക് കാണിച്ചു തന്ന ആ ജീവിത മാതൃക നമ്മൾ ഈ വർഷം നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഈ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് സെമിനാർ ഇവിടെ നടത്തുമ്പോൾ വളരെ സ്നേഹത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആകാം. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെമിനാറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ജിജോച്ചനെ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ ചേട്ടാ, സ്നേഹം നിറഞ്ഞ ലൈഫ് ഇൻ സ്പിരിറ്റ് ഈ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, എനിക്ക് എന്താ ലൈഫ് ഇൻ സ്പിരിറ്റ് എന്ന ഒരു കാര്യത്തിൻ്റെ ഒരു ആത്മാവിഷ്കാരമെന്നോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമോ ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടതും അതല്ലെങ്കിൽ അത് ചെയ്യേണ്ടതും ഇതിൻ്റെ ഒരു ചാർജ് കൂടിയായിരിക്കുന്ന ജോയ്ച്ചനാണ് അബ്ബാസിയിൽ നിന്ന്. പക്ഷെ അച്ഛന് വരാൻ പറ്റിയില്ല. അപ്പം ആ ഒരു കാര്യം ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയതാണ് എനിക്ക്. നമ്മൾ തീരുമാനിക്കുന്ന, നമ്മൾ ചാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ എപ്പോഴും നടക്കണമെന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്പിരിറ്റ് ഇൻ ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം സ്പിരിറ്റ് എന്താണെന്ന് നമുക്കറിയാം, നമുക്കൊരിക്കൽ പോലും കണ്ടിട്ടില്ല, ബട്ട് വി ക്യാൻ എക്സ്പീരിയൻസ്. നമ്മുടെ ജീവിതം അങ്ങനെ ചാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, എന്തും സംഭവിക്കാം. ലൈഫ് തന്നെ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്, ഈസ് എ സെയിൽ ഇൻ ടു അൺചാർട്ടഡ് സീസ്. കാറ്റും കോളും വരാം, അത് ശാന്തമാകാം, നല്ല പ്രശാന്തമായ ഒരു ക്ലൈമറ്റ് ഉണ്ടാകാം, ഇതെല്ലാം പോസിബിളാണ്. അപ്പോൾ ഇങ്ങനെ പോസിബിളായിരിക്കുന്ന ഒരു കാര്യത്തിൽ ഓരോ പ്രശ്നത്തോടും പ്രതിസന്ധിയോടും സങ്കടത്തോടും എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടുന്നത്, എങ്ങനെയാണ് അതിനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതെന്നോ പ്രൊആക്റ്റ് ചെയ്യുന്നതെന്നോ എന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ അളവുകളെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. കർത്താവ് ശംശിഹായുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ശരിക്ക് ഇറ്റ് ഈസ് ബിഗൺ ഫ്രം നസറത്ത് ആൻഡ് എൻഡഡ് ഇൻ ഗൊൽഗൊത്ത. കാൽവരി ഇങ്ങനെ അതൊന്ന് തുടങ്ങിയിട്ട് പിന്നെ തിരിച്ചു പോയിട്ടില്ല കർത്താവ് ശംശിഹ. 3 വർഷത്തിന് കർത്താവ് തുടങ്ങിയപ്പോൾ പബ്ലിക് ലൈഫ് തുടങ്ങി, അത് പിന്നെ അത് ജെറുസലമിനെ ലക്ഷ്യമാക്കിയിട്ട് അത് നീങ്ങിയതാണ്. ഒരു കാര്യവും ചാർട്ട് ചെയ്തിട്ടില്ല, വന്നപടി ചന്തം. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കുറേ കൂടെ ലൈഫിനെ ഇങ്ങനെ ചാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നമ്മൾ മുഴുവൻ. അത് ലൈഫിൽ എനിക്ക് തോന്നുന്നു അത് കുറേ വേണം എന്ന് തോന്നുന്നു. പക്ഷേ സ്പിരിറ്റിൻ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ കാര്യത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്തൊരു മൊമെൻറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് നമുക്കൊന്നും അറിയാൻ പോലും സാധ്യമല്ല. ശരിക്കും ലൈഫ് ശരിക്കൊരു സ്പൈറൽ കോണി കയറുന്നത് പോലെയാണ്. മറ്റ് കോണികൾ നമുക്ക് കാണാൻ പറ്റും ആരാണ് എന്താണ് മുന്നിൽ വരുന്നതെന്ന്. പക്ഷേ സ്പൈറൽ കോണിക്കൊരു പ്രശ്നമുണ്ട്,
അത് അടുത്ത വളവിൽ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറേ കൂടെ എലഗൻ്റായിട്ട് അതിനെ കാണുന്നതാണ് സ്പിരിറ്റുവൽ ലൈഫ്. ഈ ഹോളി സ്പിരിറ്റിനെയൊക്കെ ഈ സുവിശേഷവും അതുപോലെ തന്നെ ബൈബിളൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 മെറ്റഫറുകൾ കൊണ്ടാണ്. അത് കാറ്റാണെന്ന് പറയണേ. അതിങ്ങനെ ഒരു വായുസഞ്ചാരം പോലെയാണ്. വി ക്യാൻ നെവർ സീ, വി ക്യാൻ എക്സ്പീരിയൻസ്. അത് അങ്ങനെ ചില വ്യക്തികൾ പോലും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് കാണാൻ പറ്റും, പക്ഷെ വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റില്ല. ദേ മേ വർക്ക് ബിഹൈൻഡ് ദ കർട്ടൻ. അതല്ലെങ്കിൽ അവരിങ്ങനെ പേരും പ്രശസ്തിയും ഒന്നുമില്ലാതെ വർക്ക് ചെയ്യും. അത് അങ്ങനെയുള്ള ചില പ്രവർത്തനത്തിൻ്റെ ശൈലികൾ നമുക്കുണ്ടെങ്കിൽ സത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ദർ ഇസ് എ സ്പിരിറ്റ് വർക്കിംഗ് വിതിൻ അസ്. രണ്ടാമത്തേത് എനിക്ക് തോന്നുന്നത് ഫയർ ഓഫ് ടങ്സ് ആണ്. എനിക്ക് തോന്നുന്നൊരു ഉള്ളിലൊരു ഫയർ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതല്ലെങ്കിൽ നമ്മളൊക്കെ ഇനാക്റ്റീവാണ്. ഒരു കാര്യത്തെ കൃത്യമായിട്ട് അതറിയാനും ആ ഒരു ലക്ഷ്യം നേടാനും വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ആ ഒരു എനർജി, പലപ്പോഴും അങ്ങനെ ഒരു എനർജി ഇല്ല നമുക്ക് എന്നുള്ളതാണ് ഈ ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ഇങ്ങനെ അളന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അടുത്തൊരു മെഷർ. മൂന്നാമത്തേത് എനിക്ക് തോന്നുന്നത് പ്രാവിൻ്റെ രൂപത്തിലാണ്. പ്രാവല്ല, അത് സുവിശേഷ പണ്ഡിതന്മാരെ കൃത്യമായിട്ട് പറഞ്ഞു തരും. നമ്മൾ വിചാരിച്ചിരുന്നത് ഒരു പ്രാവ് ഇറങ്ങി വന്നത്. ഇറ്റ്സ് നോട്ട് പ്രാവ്. അങ്ങനെ ഒരു പ്രാവൊന്നും ഇറങ്ങി വന്നിട്ടില്ല. ഒരു രൂപം ഉണ്ടായിരുന്നാണ്. ഇറ്റ്സ് ലൈക്ക് അത് ആ ഒരു രൂപത്തിലാണ് ഇറങ്ങി വന്നത്. അതെനിക്ക് തോന്നുന്നു കുറേ കൂടി ഒരു ഇന്നസെൻസോ ഹോളിനെസ്സോ ഒക്കെ ഒരാൾക്കുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതും ഒരു ആത്മാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് ഈ ആത്മാവ് എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത് എന്നതിനൊന്ന് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഈ 3 കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ ഈ ഒരു ആത്മാവിലുള്ള ജീവിതം. അതോടൊപ്പം തന്നെ ആത്മാവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് നമ്മൾ ഡിഫൈൻ ചെയ്യണ്ട. നമ്മളത് ഡിഫൈൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും എനിക്ക് തോന്നുന്നു നമ്മൾ ആരുമല്ല ജീവിതത്തെ. ആത്മാവ് ഡിഫൈൻ ചെയ്യും നമ്മുടെ ജീവിതത്തെ. പ്രത്യേകിച്ച് ഈ ഒരു വർഷം സെയിൻറ്റ് അരിത്തസൻ കമ്പാനിയൻസ് നമ്മുടെ ഒരു പേട്രൺ കൂടിയാണ്. ഒരു പക്ഷേ ഈ ഒരു അറേബ്യൻ പെനിൻസുലയുടെ ഒരു പേട്രൺ കൂടിയാണ്. ഇവിടെ വിശ്വാസമുണ്ടായിരുന്നൊരു നാടാണ് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ചില തെളിവുകൾ കൂടിയാണ് അത്. ആത്മാവിൽ നയിക്കപ്പെട്ട, ആത്മാവിൽ കൊല്ലപ്പെട്ട, ആത്മാവിൽ ജീവിച്ച കുറേ അധികം പേരുടെ നാട് കൂടിയാണ് ഇത്. ആ ഒരു ആത്മാവിനെ വീണ്ടെടുക്കണം, ആത്മാവിൽ ജീവിക്കണം എന്നുള്ളൊരാശംസയോടുകൂടെ ഈ ഒരു ലൈഫ് ഇൻ സ്പിരിറ്റ് എന്ന സെമിനാർ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.